ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വളരെ ആവേശത്തോടു കൂടി കാണുന്ന ഒരാളാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം തുടങ്ങിയിട്ടുള്ള വ്യവസായങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വിജയമാണ് എന്ന് നമുക്ക് കാണാം. പലപ്പോഴും വലിയ ഇന്നൊവേറ്റീവായിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങാൻ, ഇപ്പോൾ ഡ്രൈവറില്ല കാർ മുതൽ ടെസ്ല മുതൽ അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്പേസ് എക്സ് പോലെയുള്ള ബഹിരാകാശത്തേക്കുള്ള യാത്രകൾ, വിമാനത്തിൻ്റെ സമയം കുറക്കാനുള്ള പരിശ്രമങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ട്വിറ്റർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം വലിയ വില കൊടുത്ത് മേടിക്കുകയും അത് എക്സ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്തതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള വ്യവസായിയായിട്ടുള്ള എലോൺ മസ്ക് ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ ആകുമോ അതോ ചീഫ് അഡ്വൈസറായി മാറുമോ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഈ പലതവണ എലോൺ മസ്കുമായി സംസാരിച്ചു എന്നുള്ള നിലക്ക് അദ്ദേഹം ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിന് മുൻപ് തന്നെ നമുക്കറിയാം, നരേന്ദ്രമോദി ഈ കഴിഞ്ഞ തവണ അമേരിക്കൻ വിസിറ്റ് നടത്തിയപ്പോൾ അവിടെ ട്രംപിൻ്റെ, അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. ആ ഗസ്റ്റ് ഹൗസിൽ ഈ എലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ കുട്ടികളും ഭാര്യയും ഒക്കെ വന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നു. ആ കണ്ടവർ നിരവധി തവണ ചർച്ച നടത്തിയിരുന്നു. അതിനു മുമ്പ് തന്നെ ജയശങ്കറും അതുപോലെയുള്ള വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറും അതുപോലെ മറ്റു പല ടീം മെമ്പേഴ്സും ഒക്കെ ഈ എലോൺ മസ്കുമായി നിരന്തരമായി പല 3-4 റൗണ്ടുകൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നരേന്ദ്രമോദിയും BJPയും ഒക്കെ ഒരു വരാനിരിക്കുന്ന ഇലക്ഷനുകളും അതിൻ്റെ സാധ്യതകളെയും കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയെ ഒരു 3.5 ട്രില്യൺ എക്കോണമിയിൽ നിന്ന് 5 ട്രില്യൺ എക്കോണമിയിലേക്കാക്കാനുള്ള വലിയ തോതിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എലോൺ മസ്കിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ചില പ്രയോജനങ്ങളുമൊക്കെ ഇന്ത്യക്ക് ഉണ്ടായേക്കാം. അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. കാരണം എലോൺ മസ്കിനെ പോലുള്ള ആൾ വരുമ്പോൾ അദ്ദേഹം അതിനൂതനമായിട്ടുള്ള ചില പദ്ധതികൾ, പരിപാടികളൊക്കെ തന്നെ ആവിഷ്കരിക്കാനും മറ്റ് ബിസിനസ്സുകാരെയൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആകർഷിക്കാനൊക്കെ സഹായിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇതൊക്കെയാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും, ഒരു റൈറ്റ് വിങ് മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അത്തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു, ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു, കാരണം ഇന്ത്യ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് എത്താൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനുമപ്പുറം ഞാനിതിൽ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത്, വളരെ കൃത്യമായി നരേന്ദ്രമോദിയും BJPയും ഒക്കെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷനുകളെക്കുറിച്ചും അതിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായി പഠിച്ചിരിക്കുന്നു. അതിൽ പലപ്പോഴും എലോൺ മസ്കിൻ്റെയും എക്സ് പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ തന്നെ പ്രാധാന്യത്തെയും അതിൽ അദ്ദേഹത്തെ മാനേജ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെയും കുറിച്ച് തന്നെ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ 2024 ലോകത്തിലെ ഏതാണ്ട് 50% ആളുകൾ ഇലക്ഷനിലേക്ക് പോയൊരു വർഷമാണ്. ആ വർഷത്തിൽ നടന്നിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമുക്കറിയാം, ഇന്തോനേഷ്യയിൽ പ്രസിഡൻ്റായിട്ട് പ്രഭാവോ സുബിയാന്തോ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ആ പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ള ഒരു പട്ടാള ജനറലായിരുന്നു, മേധാവിയായിരുന്നു. നിരവധി കൂട്ടക്കൊലകൾക്ക് തന്നെ അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണമുണ്ട്. അങ്ങനെ കളങ്കിതനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരാൾ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം ഒരു ഗമോയ്, അതായത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുത്തച്ഛനായിക്കൊണ്ട് അദ്ദേഹം വലിയ തോതിലുള്ള ഒരു പ്രച്ഛന്ന വേഷം നടത്തിയത്, അത്തരത്തിലുള്ള ചില ഒരു മീഡിയ പ്രൊപ്പഗാണ്ടകൾ നടത്തിയത്. ആ പ്രൊപ്പഗാണ്ടകളുടെ ഭാഗമായി അദ്ദേഹത്തെ ആരും ഇഷ്ടപ്പെടുന്ന, ആരും ചെന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ചെറിയ കൊച്ചു കുട്ടികളുമൊക്കെ ആയിട്ട് ഡാൻസ് കളിക്കുന്ന നിരവധി വീഡിയോകളൊക്കെ പുറത്തു വിടുകയും അത്തരത്തിലുള്ള ഒരാളായി അദ്ദേഹത്തിൻ്റെ ഇമേജ് ആകെ തന്നെ മാറുകയും പഴയ ക്രൂരൻ ഇമേജിൽ നിന്നും വളരെ ഓമനിക്കാൻ തോന്നുന്ന ഒരു അപ്പൂപ്പനായി അദ്ദേഹം മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രചാരണം ഇന്തോനേഷ്യയിൽ വിടുകയും അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. ഇതിന് ശേഷമാണ് നമുക്കറിയാം, എർദോഗാൻ എന്ന് പറയുന്ന, രജത് തയ്യപ്പ് എർദോഗാൻ എന്ന് പറയുന്ന തുർക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി, അവിടെ വലിയ തോതിൽ ഭൂകമ്പമുണ്ടായ പ്രദേശങ്ങളിൽ പോലും അദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടാക്കാനും വോട്ട് നേടാനും ഒക്കെ കഴിഞ്ഞത് ഈ പലപ്പോഴും നമ്മുടെ ലോകത്തുണ്ടാകുന്ന പല ദുരന്തങ്ങളെയും തന്നെ, അതിപ്പോൾ കോവിഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഭൂകമ്പമാണെങ്കിലും ഒക്കെ തന്നെ വോട്ടാക്കി മാറ്റാൻ വിരുതുണ്ടെങ്കിൽ, അതിനുള്ള ഒരു മെക്കാനിസവും മാൻ പവറും അതിന് ചെലവഴിക്കാൻ നിങ്ങൾക്ക് പണവുമുണ്ടെങ്കിൽ അതുകൊണ്ട് നേടാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ഒരാളാണ് രജത് തയ്യപ്പ് എർദോഗാൻ. ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് വലിയ ആൻറ്റി ഇൻകുംബൻസിയുള്ള രജത് തയ്യപ്പ് എർദോഗാൻ അവിടെ ഭരണത്തിലെത്തില്ല, മാറ്റപ്പെടും എന്നുള്ളതാണ്.
അതിൻ്റെ ഭാഗമായി തുർക്കിയിലുണ്ടായിട്ടുള്ള വലിയ ഭൂകമ്പം നിങ്ങൾ ഓർക്കണ്ട, പക്ഷേ ആ ഭൂകമ്പം ഉണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് പോലും വലിയ തോതിൽ വോട്ട് കിട്ടുന്ന ഒരാളായി മാറി. അതിൻ്റെ ഭാഗമായി പല റിപ്പോർട്ടുകളും പറയുന്നത് ഏതാണ്ട് 14 ലക്ഷം മുതൽ 14 ലക്ഷത്തോളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നുവെന്നും അതിലൂടെയൊക്കെ തന്നെ പല രീതിയിലുള്ള മെസ്സേജുകളും ഒക്കെ തന്നെ പ്രചരിച്ചിരുന്നു എന്നുള്ളതുമൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ 2024 ഇലക്ഷനെ വിളിച്ചത് ടിക്ടോക്ക് ഇലക്ഷൻ എന്നാണ്. ഇനി നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് വന്നാൽ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനിൽ ഈ പറയുന്ന എക്സിൻ്റെ പ്ലാറ്റ്ഫോം അടക്കം നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളടക്കം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതും, സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് എഞ്ചിനുകളും ഒക്കെ അടക്കമുള്ള നിരവധി പ്ലാറ്റ്ഫോമുകൾ വളരെ കൃത്യമായി വംശീയമായിട്ടുള്ള വർണ്ണപരമായിട്ടുള്ള വിവേചനമുണ്ടാക്കുന്ന ഈ പറയുന്ന സെർച്ചുകൾ അതിനകത്ത് വലിയ തോതിൽ വരികയും അത്തരത്തിൽ ആളുകളുടെ ഇടയ്ക്കൊരു വിഭാഗീയത ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു നാഷണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ദേശസ്നേഹത്തിൻ്റെ വികാരം കുറച്ചുകൂടി കൂടുതലായി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിപ്പോഴല്ല, യഥാർത്ഥത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ കഴിഞ്ഞ തവണ, അതായത് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുന്നതിനും ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പല സെർച്ചുകളും ഒക്കെ തന്നെ വളരെ കൃത്യമായി മറ്റേ മീഡിയകളും അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് എഞ്ചിനുകളിലും ഒക്കെ തന്നെ കാണപ്പെടുന്നതായ അദ്ദേഹം ഒരു റിസർച്ച് തന്നെ നടത്തി ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് വളരെ ഭംഗിയായി ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ എലോൺ മസ്ക് $1 മില്യൺ ഓരോരുത്തർക്ക് വോട്ട് ചെയ്യാനുള്ളവർക്ക് ചില പ്രവിശ്യകളിലൊക്കെ പോവുകയും അതിൽ നറുക്കെടുപ്പ് നടത്തുകയും അതിൽ ചിലർക്കൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തതുമൊക്കെ നമുക്കറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒരു ഭരണ പരിഷ്കരണ സമിതിയുടെയൊക്കെ ചെയർമാനായി വളരെ കീ പോസ്റ്റുകളിലേക്ക് എലോൺ മസ്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം. പക്ഷെ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അത് രാജിവെച്ചു. അപ്പോൾ രാജിവെച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ കുറച്ച് കാണേണ്ട, ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്തും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അടുത്തും അകത്തുമൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരാളായി മാറിക്കഴിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ടെക്നോ അല്ലെങ്കിൽ ഫ്യൂഡൽ മാടമ്പികൾ എന്ന് വിളിക്കാവുന്ന, അതായത് വലിയ തോതിൽ സമ്പന്നരായിട്ടുള്ള, ആ സമ്പന്നതയുടെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്ന സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ഈ റൈറ്റ് വിങ് ഗവൺമെൻറ്റുകളിൽ വലിയ പ്രാധാന്യം ലോകത്തെമ്പാടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, അത്തരത്തിൽ വലിയ തോതിൽ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ് ഈ പറയുന്ന എലോൺ മസ്ക് എന്ന് പറയുന്നത്. ഇത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള BJPയുടെയും നരേന്ദ്രമോദിയുടെയും പ്ലാൻ തീർച്ചയായിട്ടും ഇന്ത്യയിലെ അഡ്വൈസറായിട്ട് വരുമ്പോൾ, പ്രധാനമന്ത്രിയുടെ അഡ്വൈസറായിട്ട് വരുമ്പോൾ അവർക്ക് ഇപ്പോൾ ഇന്ത്യക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഇനി ഞാൻ പറയാനിരിക്കുന്നത്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും BJPയുടെയും ഒക്കെ കണക്കൂട്ടലുകൾ അപ്പാടെ തെറ്റുകയും 303 സീറ്റുകളിൽ നിന്ന് BJP 240 സീറ്റുകളിലേക്ക് തലകുത്തി വീഴുകയും ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു 2 ഘടകകക്ഷികൾ, തെലങ്കാനയിൽ നിന്നും അതുപോലെ ബീഹാറിൽ നിന്നുമുള്ള 2 കക്ഷികളുടെ നിതീഷ് കുമാറിൻ്റെയും ഈ പറയുന്ന തെലങ്കാനയിൽ നിന്നുള്ള കക്ഷികളുടെയും ഒക്കെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കക്ഷികളുടെയും ഒക്കെ ഒരു പിന്തുണ കൊണ്ടാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ അവർക്ക് കഴിഞ്ഞത്, ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്തുണയോടുകൂടി ഗവൺമെൻറ് രൂപീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് BJP കൃത്യമായി പഠിച്ചിരിക്കുന്നു. ആ പഠിച്ചതിൽ നിന്ന് BJPക്ക് മനസ്സിലായ ഒരു കാര്യം, ധ്രുവ് രാത്രിയെ പോലെ, ആശിഷ് ബാനർജിയെ പോലെ, രവീഷ് കുമാറിനെ പോലെയുള്ള നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ അപ്പർ ഹാൻഡ് നേടിയെന്നും, ആ അപ്പർ ഹാൻഡ് നേടിയിട്ടുള്ള, ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ധ്രുവ് രാത്രിയെ പോലെയുള്ള ആളുകൾ അവരുടെ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് എന്ന് പറയുന്ന വീഡിയോ ഒക്കെ തന്നെ ഏതാണ്ട് 100 കോടി ആളുകളിലേക്ക് എത്തിക്കാനുള്ള വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അതൊക്കെ തന്നെ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെയൊക്കെ തന്നെ അപ്പാടെ സ്വാധീനിക്കുകയും ചെയ്തുവെന്നും, ആ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരത്തിലുള്ള ഒരു സൈന്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായ തിരിച്ചടി BJPക്ക് ഏറ്റതെന്നും, BJPയുടെ അജണ്ടകൾ പോലും ചർച്ച ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ഒക്കെ എത്തിച്ചേർന്നു എന്നുള്ള കൃത്യമായ കണക്കുകൾ BJPയുടെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വളരെ ആഹ്ലാദിക്കരമായ ഒരു കാര്യമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. അത് അവർ വിചാരിച്ചിരുന്നത്, പ്രതിപക്ഷ പാർട്ടികളൊന്നും അത്രത്തോളം ആക്റ്റീവ് അല്ല, അവർക്കൊന്നും തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല, അവർക്ക് മിക്ക മഹാഭൂരിപക്ഷം പാർട്ടികൾക്കും തന്നെ ഒരു നാഷണൽ പ്രസൻസ് ഇല്ല,
അപ്പോൾ അങ്ങനെ നാഷണൽ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അഖിലേന്ത്യാ പാർട്ടി എന്നുള്ള നിലക്ക് കൃത്യമായി ബി ജെ പിക്ക് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് വേണമെങ്കിൽ 300 സീറ്റുകൾ കൂടാം എന്ന് മാത്രമല്ല 400 സീറ്റുകളുടെ അപ്പുറത്തേക്ക് പോലും എത്താം എന്നവരിൽ പലരും വിചാരിച്ചിരുന്നു. അതിൻ്റെ ജനുവരി കഴിഞ്ഞ് മാർച്ചിലേക്ക് എത്തുമ്പോൾ അത്തരം വിശ്വാസങ്ങളൊക്കെ തന്നെ തകർന്നടിയുകയും ഇലക്ഷൻ തന്നെ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക അവരിലേക്ക് പടരുകയും ഒക്കെ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ അല്ലെങ്കിൽ MK സ്റ്റാലിൻ എന്ന് പറയുന്ന DMK ഒന്നും ഉയർത്തിയ വെല്ലുവിളികളല്ല, പകരം അതിനേക്കാൾ വലിയ വെല്ലുവിളി ഉയർന്നത് സോഷ്യൽ മീഡിയകളിൽ നിന്നാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാവുകയും അവിടുത്തെ താരങ്ങൾക്കൊക്കെ തന്നെ അവർ പ്രതിരോധിക്കാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിൽ അവർ ബുദ്ധിമുട്ടാൻ തുടങ്ങിയപ്പോൾ അവർ അതിന് കണ്ടെത്തിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വേൾഡിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളെ തന്നെ അത്തരത്തിലൊരു യുദ്ധം നയിക്കാൻ വേണ്ടി 2029 ആകുമ്പോഴേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് എലോൺ മസ്ക് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇത് പല ഗവൺമെൻറ്റുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, പഞ്ചാബിൽ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന സ്ട്രാറ്റജിസ്റ്റ് അവിടെ ഇലക്ഷൻ ജയിപ്പിച്ചതിന് ശേഷം അവിടെ കൃത്യമായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന് ഒരു അഡ്വൈസർ എന്ന് പറയുന്ന ക്യാബിനറ്റ് പദവി കൊടുത്ത് അവിടെ ഇരുത്തിയിരുന്നു. അതുകൊണ്ട് നമുക്ക് BJPയെ മാത്രം ഇക്കാര്യത്തിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാം ഇപ്പോൾ കർണാടകയിൽ അവിടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള സുനിൽ കനകോലുവാണ് ക്യാബിനറ്റ് റാങ്കുള്ള മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ അഡ്വൈസർ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ അറിയേണ്ടത്, നേരത്തെ ഒരു പരിധി വരെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം DMKയും അതുപോലെ മമതാ ബാനർജിയും ഒക്കെ പ്രശാന്ത് കിഷോറിൻ്റെ അഡ്വൈസ് അനുസരിച്ച് നീങ്ങിയിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കുറേ കൂടി ഒരു ഹൈ എൻഡ് പ്രൊഫഷണലായ ഒരാളെ, അതായത് പല കാര്യങ്ങളിലും ഈ പറയുന്ന പ്രശാന്ത് കിഷോറും സുനിൽ കനകോലുവിനേക്കാളൊക്കെ 1000 ഇരട്ടി സ്വാധീനമുള്ള എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സ്വന്തമായുള്ള, ഇനി വേണമെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഇവർക്ക് വേണ്ടി സ്വന്തമായി വാങ്ങിക്കാൻ കഴിയുന്ന ഒരാളായി എലോൺ മസ്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ അടുത്ത ഇലക്ഷനുകളെയും അടുത്ത BJPയുടെ വളർച്ചയെയും പ്രൊപ്പഗാണ്ടകളെയും ഒക്കെ സ്വാധീനിക്കാൻ കൂടിയുള്ളൊരു വരവാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ അറിയേണ്ടത്. ഇത് ഇന്ത്യയിൽ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ഇതുകൊണ്ട് എലോൺ മസ്ക് ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ സാധ്യതകളുണ്ട് എന്നാണ്. കാരണം അത് എലോൺ മസ്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടമെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വേണമെങ്കിൽ ഒരു 3 മടങ്ങോ 4 മടങ്ങോ ഒക്കെ വർദ്ധിപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് എലോൺ മസ്ക് ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ നരേന്ദ്രമോദിക്കും എലോൺ മസ്കിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ചില കണക്കുകളിലേക്ക് ഞാൻ വരാം. ടെസ്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റ കമ്പനി എടുക്കുക. ആ ഒരൊറ്റ കമ്പനി കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള ഏറ്റവും ടേൺ ഓവർ എന്ന് പറയുന്നത് 2024 8,34,145 കോടി രൂപയാണ്. 8,34,145 കോടി രൂപയാണ്. ആ 145 കോടി രൂപയുടെ ടെസ്ല കമ്പനി വരുമാനമുണ്ടാക്കുമ്പോൾ ടെസ്ല കമ്പനി മൊത്തം വിറ്റിട്ടുള്ള കാറുകളുടെ നമ്പർ എന്ന് പറയുന്നത് 17,89,000 സംതിങ് ആണ്. എന്ന് പറഞ്ഞാൽ 17,89,000 ചില്ലാനും കാറുകളാണ് അവർ ആകെ വിറ്റിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയിൽ മാരുതി മാത്രം വിറ്റിട്ടുള്ളത് നിങ്ങൾ അറിയേണ്ടത് 17,50,000 കാറുകളാണെന്ന് അറിയണം. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആകെ 20 കോടി ജനസംഖ്യയുള്ളൂ. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം കാർ വിറ്റാലും കിട്ടാവുന്ന, അദ്ദേഹം ഇതുവരെ പല പ്രസൻസ് ഉള്ള പല മാർക്കറ്റുകളേക്കാൾ ഇരട്ടി സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മൾ പലതരത്തിലുള്ള ഡ്യൂട്ടീസും ചുമത്താറുണ്ട്. ആ ഡ്യൂട്ടീസിൽ വലിയ കുറവുകളുണ്ടായാൽ ടെസ്ല ഇന്ത്യയിലേക്ക് വന്നാൽ വലിയ തോതിൽ അവരുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. 8,34,000 നിന്ന് വേണമെങ്കിൽ ഒരു 22 ലക്ഷം കോടിയിലേക്ക്, അതായത് ഇതിൻ്റെ ഒരു 3 ഇരട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ടെന്ന് എലോൺ മസ്കിന് അറിയാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ കാർ ഉപയോഗിക്കുന്നവരുടെ നമ്പർ എന്ന് പറയുന്നത് 7.5% ഇന്ത്യൻ ജനസംഖ്യയുടെ. പക്ഷെ അതുപോലും 5 കോടി വരുമെന്ന് നിങ്ങൾ അറിയണം. അതായത് അമേരിക്കയുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 25% വരും. ആ 5 കോടി പേർ കാർ ഉപയോഗിക്കുന്നു. അതിൽ 26 കോടി പേർ ബൈക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ 5 കോടി ആളുകളിൽ നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞു മാരുതിക്കുള്ളത് 17 ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ 17 ലക്ഷം ടെസ്ല കാറുകൾ വിൽക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇരട്ടിയാകുമെന്ന് ചുരുക്കം. അത്തരത്തിൽ ഇരട്ടിയായാൽ അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയാവും? ഇപ്പം അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 8,34,000 കോടിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരികയും
ഒരു 20 ലക്ഷം കാറുകൾ വിറ്റഴിക്കാനും കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാറിൻ്റെ വില എക്സ്പെക്ട് ചെയ്യുന്നത് 45 ലക്ഷം രൂപയാണ്. അപ്പം 45 ലക്ഷം രൂപയുടെ ഒരു കാർ, അത് ആവറേജ് നമ്മളെടുത്താൽ 45 ലക്ഷം എന്ന് വിചാരിക്കും. 45 ലക്ഷം രൂപയുടെ കാറുകൾ വിറ്റഴിക്കാൻ പറ്റിയാൽ 9 ലക്ഷം കോടി രൂപയുടെ വരുമാനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി ഇത് ഏറ്റവും തുടക്കത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പോട്ടെ, ഇനി ഇതിന് ഇത്തിരി കുറഞ്ഞാൽ പോലും ഒരു 7 ലക്ഷമോ 6 ലക്ഷമോ കോടി അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് മാത്രം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളായി എലോൺ മസ്ക് മാറും. ഇനി ഇതല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ കൂടുതലാണ്. 5 കോടി ആളുകൾ കാർ ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 10% ആളുകൾ അതേ ടെസ്ലയും അതിൻ്റെ അനുബന്ധ കാറുകളും ഒക്കെ മേടിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അറിയേണ്ടത് 50 ലക്ഷം പേർ കാറ് മേടിക്കും ടെസ്ലയുടെ. അങ്ങനെ 50 ലക്ഷം പേർ ഭാവിയിലേക്ക് കാറ് മേടിച്ചാൽ 22 ലക്ഷം കോടി രൂപ, അതായത് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ 3 ഇരട്ടി വലിയ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉയരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു 10% ഇവിടെ കാർ ഉപയോഗിക്കുന്നവർ ടെസ്ലയുടെ കാറാണ് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു 50 ലക്ഷം ആളുകൾ മേടിക്കും, അത് 22 ലക്ഷം കോടി രൂപ വരുമെന്ന് പറഞ്ഞു. ഇനി 20% ആളുകൾ ടെസ്ല മേടിക്കുന്ന ഒരു കാലം വന്നാൽ 45 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നടക്കാവുന്ന ഒരു രാജ്യമായി മാറും. എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിനുള്ള 8,34,000 നിന്നും 5 ഇരട്ടി വരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയൊരു മാർക്കറ്റ് ഉള്ളത്, യഥാർത്ഥത്തിൽ ജനസംഖ്യ കുറവാണെങ്കിലും ആളുകളുടെ വാങ്ങൽ ശേഷിയൊക്കെ വെച്ച് നോക്കിയാൽ ഇതിനേക്കാൾ വലിയൊരു ഒറ്റ മാർക്കറ്റ് ഇന്ന് ലോകത്തുള്ളൂ, അത് ചൈനയാണ്. പക്ഷെ ചൈനയിലേക്ക് ടെസ്ല പോലുള്ള ഒരു കാര്യത്തിന് ടാക്സ് ഒക്കെ കുറച്ചുകൊണ്ടുള്ള ഒരു എൻട്രി കിട്ടൽ എളുപ്പമാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അവിടുത്തെ പ്രവർത്തനങ്ങളും അത്രമാത്രം എളുപ്പമാവില്ല എന്നറിയാം. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ BYD പോലെയുള്ള വലിയ കമ്പനികൾ കോമ്പീറ്റ് ചെയ്യാനുണ്ടാകുമെന്നറിയാം. പക്ഷേ ഇത് വലിയ തോതിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു മാർക്കറ്റ് ടെസ്ലയെയും അതുപോലെ തന്നെ എലോൺ മസ്കിനെയും ഒക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയുടെ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളും അതുപോലെ മറ്റ് നിരവധി കമ്പനികളുമൊക്കെ തന്നെ ഇദ്ദേഹത്തിനുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടിയെങ്കിലും വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് എലോൺ മസ്ക് എന്ന് പറഞ്ഞുകൂടാ എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ. ഒരു കാര്യം കൂടി പറയാം, ഇതേ എലോൺ മസ്കിന് നേരത്തെ പറഞ്ഞ സംഭാവനകൾ നരേന്ദ്രമോദിക്കും BJPക്കും ചെയ്യാൻ കഴിയുന്നതിനോടൊപ്പം എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ചീഫ് ടെക്നിക്കൽ അഡ്വൈസറോ ചീഫ് അഡ്വൈസറോ ആയിക്കൊണ്ടോ ഒരു ശമ്പളം മേടിക്കേണ്ട ആവശ്യമില്ല. പകരം ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് കൂടി അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇത് 2 പേർക്കും വിൻ വിൻ എന്ന് പറയുന്ന ഒരു വിൻ വിൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. നഷ്ടമുണ്ടാകാൻ പോകുന്നത് ആർക്കാണെന്ന് ഇത് കേൾക്കുന്നവർ മാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയുള്ളതൊന്നും ചിന്തിക്കാനില്ല. പക്ഷേ ഇതിനൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഗംഭീരമായൊരു സ്ട്രാറ്റജിയാണ് നരേന്ദ്രമോദിയും എലോൺ മസ്കും പ്ലാൻ ചെയ്യുന്നത്.